Hi all, in this video we are discussing about standard XHTML document structure. ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഒരു XHTML ഡോക്യുമെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ XHTML ഡോക്യുമെൻ്റ് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കണം ആ ഡോക്യുമെൻ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഡോക്യുമെൻ്റിനകത്ത് വേണ്ടത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് എപ്പോഴും അറിയാം, ഒരു XHTML ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിക്ലറേഷനാണ്. സോ ആ ഡിക്ലറേഷൻ പറയാൻ വേണ്ടി വി നീഡ് ടു യൂസ് എന്താണ്, XHTML ആയതുകൊണ്ട് XML ഡിക്ലറേഷൻ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. XML ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, XMLൻ്റെ ഡിക്ലറേഷൻ ലൈനാണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് XML ഡിക്ലറേഷൻ ലൈൻ? അതാണ് പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് XML ആണ്. ദെൻ ഏത് വെർഷനാണ് യൂസ് ചെയ്യുന്നത്? മിനിമം എൻകോഡിംഗ് UTF-8. അപ്പോൾ എൻകോഡിംഗ് സ്കീം ഏതാണ്? അപ്പോൾ ഇത്രയെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് വെർഷൻ എങ്കിലും ആഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു XHTML ഡോക്യുമെൻറ്റിൻ്റെ ഫസ്റ്റ് ലൈനായിട്ട് വരേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷൻ ആണ് പറയുന്നത് ആംഗിൾ ബ്രാക്കറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് XML വെർഷൻ 1.0 എൻകോഡിംഗ് UTF-8. അപ്പോൾ ഇവിടെ നോക്കിയാൽ വെർഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂവിന് എന്തുണ്ട്? ഇൻവേർട്ടഡ് കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ വേണം അത് സ്പെസിഫൈ ചെയ്യാൻ, അത് ഓർത്തോളാം. ദെൻ ക്ലോസിങ്ങും ചെയ്യണം ടാഗ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ആണ് ഫസ്റ്റ് വൺ. ദെൻ ഡിക്ലറേഷൻ്റെ അകത്തെ ഫസ്റ്റ് വൺ ആണ് സ്റ്റെപ്പാണ് ഈ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ഞാൻ അത് പറയാണ്. ദെൻ XHTML-അകത്ത് നമ്മൾ പിന്നെ ആ XML ഡോക്യുമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ XHTML ഡോക്യുമെൻറ്റിൻ്റെ ഡോക് ടൈപ്പ്, ഇപ്പോൾ ഇഫ് വെദർ ദർ ഈസ് എന്താണ് എക്സ്റ്റേണൽ എന്തെങ്കിലും സ്ട്രക്ചറുകൾ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ദറ്റ് ഈസ് അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആംഗിൾ ബ്രാക്കറ്റ് എക്സ്ക്ലമേഷൻ ദെൻ ഡോക് ടൈപ്പ് HTML ദെൻ നമ്മൾ ഏതെങ്കിലും DTD ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ DTD സ്പെസിഫൈ ചെയ്യാം. ദാറ്റ് ഗിവ്സ് ദ സ്ട്രക്ചർ ഓഫ് XHTML ഡോക്യുമെൻറ്റ്. XHTML ഡോക്യുമെൻ്റ് സ്ട്രക്ചറാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇതാണ് പറയേണ്ടത്. DTD എന്തെങ്കിലും ഉണ്ടെങ്കിൽ XHTML ഡോക്യുമെൻറ്റിന് DTD എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഇത് കഴിയുമ്പം നമുക്ക് ഫോളോ ചെയ്ത് വരേണ്ടത് നോർമൽ HTML ടാഗിൻ്റെ റൂട്ടായത് HTML, ദെൻ ഹെഡ്, ടൈറ്റില്, ദെൻ എന്താണ് ബോഡി, ദെൻ ആ റൂട്ട് ടാഗ് HTML ക്ലോസ് ചെയ്യണം. അപ്പോൾ സിമ്പിൾ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഇങ്ങനെ വരും. എന്താണ് HTML ദെൻ എന്താണ് ഹെഡ്, ദെൻ ടൈറ്റില്, പിന്നെ ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു, ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുന്നു, ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ ബോഡി ക്ലോസ് ചെയ്യുന്നു, ദെൻ HTML ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഹെഡ് പാർട്ട് നമുക്ക് ഒരിക്കലും ഡിസ്പ്ലേയിൽ വരുന്നതല്ല. ബോഡി പാർട്ടിലാണ് നമുക്ക് എന്ത് കണ്ടന്റ് ആണോ നമ്മുടെ വിൻഡോയിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ദോസ് കണ്ടന്റ്സ് വി ഹാവ് ടു ഗിവ് ഇൻസൈഡ് ദി ബോഡി പാർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ, ഒരു സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ഒരു HTML അല്ലെ XHTML ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബേസിക് ടെസ്റ്റ് മേക്കപ്പ് അല്ലെങ്കിൽ മാർക്കപ്പ് ആണ് പറയുന്നത്. ഓക്കെ, ബേസിക് ടെസ്റ്റ് മാർക്കപ്പാണ് ഇനിയും പറയുന്നത്. അപ്പോൾ ബേസിക് ടാഗുകളാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യാൻ ഫോർ ഡിഫൈനിങ് എ പാരഗ്രാഫ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ പാരഗ്രാഫ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് ടാഗ്. പാരഗ്രാഫ് എപ്പോഴും P ടാഗിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടാഗ് Pക്കകത്ത് വേണം വാട്ട് എവർ ദ കണ്ടന്റ് വിച്ച് വി നീഡ് ടു ഇൻക്ലൂഡ് ഇൻ ദി പാരഗ്രാഫ് വി ഹാവ് ടു ഡിഫൈൻ. അപ്പം P ടാഗാണ് പാരഗ്രാഫിന് യൂസ് ചെയ്യുന്നത്. P ടാഗിന് അറിയാം എന്തുണ്ട്, സ്റ്റാർട്ടിംഗ് ആയിട്ട് P ടാഗ് വരും, അതുപോലെ ക്ലോസിംഗ് ടാഗും വരും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. നോക്കിയേ, നമുക്ക് മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ്, ഇറ്റ്സ് നോക്കിയാൽ നമ്മൾ അവിടെ കൊടുക്കുന്ന സ്പേസോ നമ്മൾ ടാഗിനകത്ത് കൊടുത്ത സ്പേസോ ന്യൂ ലൈനോ ഒന്നും നമ്മുടെ പാരഗ്രാഫിൽ വരില്ല. അത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിസ്പ്ലേഡ് ആസ് എ സിംഗിൾ പാരഗ്രാഫ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ടാഗ് P ആണ് പാരഗ്രാഫിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കുക, ഇവിടെ നമ്മൾ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്, ഒരു സ്പേസ് ഒക്കെ വേണം. അപ്പോൾ ആ സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് വി ആർ യൂസിങ് എന്താണ്, ബ്രേക്ക് ടാഗ് എന്ന് പറയും. ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മളവിടെ ന്യൂ ലൈനിലേക്കാണ് പോകുന്നത്. എന്ന് വെച്ചാൽ ആ ലൈൻ അവിടം കൊണ്ട് തീർന്നു, അല്ലെങ്കിൽ ആ ലൈൻ വെൻ വി ഗീവ് എ ബ്രേക്ക്, BR ആണ് ബ്രേക്ക് ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ എന്താണ്
ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ലൈൻ അവിടം കൊണ്ട് എൻഡ് ചെയ്തു. വി നീഡ് ടു സ്റ്റാർട്ട് ഓൺ എ ന്യൂ ലൈൻ. നമ്മൾ എന്ത് ചെയ്യുന്നു? ബി ആർ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. ബി ആർ ടാഗിൽ ഓർക്കുക, ബി ആർ ടാഗ് ഇറ്റ് സെൽഫ് ക്ലോസിങ് ആയതുകൊണ്ട് തന്നെയാണ് വി നീഡ് ടു പ്രൊവൈഡ് സ്ലാഷ് അറ്റ് ദി എൻഡ് ഓഫ് ദ ടാഗ്. ആ ടാഗിന്റെ എൻഡിൽ എന്ത് ചെയ്യണം? സ്ലാഷ് കൊടുക്കണം. സോ നമുക്ക് പറയാൻ പറ്റും ബി ആർ ഇറ്റ് സെൽഫ് എ ക്ലോസിങ് ടാഗ് ആണ്. ഓക്കെ, സോ നോക്കിയേ, മേരി ഹാഡ് എ ലിറ്റിൽ ലാം, ദെൻ ഒരു ബ്രേക്ക് എടുത്തു, ദെൻ നെക്സ്റ്റ് ലൈനിലാണ് ഇറ്റ്സ് ഫ്ലുവൻസ് വാസ് വൈറ്റ് ആസ് സ്നോ. അപ്പോൾ നോക്കിയേ, നമുക്കൊന്ന് ഡിസ്പ്ലേ ഉണ്ടോ? മേരി ഹാഡ് എ ലിറ്റിൽ ലാം, ഇറ്റ്സ് ഉണ്ടോ? നെക്സ്റ്റ് ലൈനിലേക്ക് പോയി. അപ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് പോകാനായിട്ട് വി നീഡ് ടു യൂസ് ബി ആർ ടാഗ്. ഓക്കെ, ബി ആർ ലൈൻ ബ്രേക്ക്. ദെൻ നമുക്കൊരു സ്പേസ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയേ, മേരി ഹാഡ് എ ലിറ്റിൽ ലാം. കണ്ടോ, നമുക്ക് എന്താണ് ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു. നോക്കിയേ, ഒരു എന്താണ് മേരി കഴിഞ്ഞു, സ്പേസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ന്യൂ ലൈനിൽ വരുമ്പോൾ ഹാഡ്, അപ്പോൾ അതിന് ഫ്രണ്ടിലായിട്ട് സ്പേസ് ഉണ്ട്. ലിറ്റിൽ, അതിന് ഫ്രണ്ടിലായിട്ട് സ്പേസ് ഉണ്ട്. ലാമ്പിന് ഫ്രണ്ടിലായിട്ട് സ്പേസ് ഉണ്ട്. നോക്കിയേ, അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ, അപ്പം ഇതിന് പറയുന്നതിലുള്ള പ്രിസർവ് വൈറ്റ് സ്പേസ്. വൈറ്റ് സ്പേസ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി വി നീഡ് ടു യൂസ് അവർ ടാഗ്. പാരഗ്രാഫിനകത്ത് പ്രിസർവ് എന്ന് പറഞ്ഞ ടാഗാണ്, പ്രീ ടാഗ് പ്രീ. അപ്പോൾ ടാഗ് പ്രീക്കകത്ത് കൊടുത്തിരുന്നാൽ ഉള്ള ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് വൈറ്റ് സ്പേസ് പ്രിസർവ് ചെയ്യും. അപ്പോൾ ടാഗ് PRE നോക്കിയേ, /PRE കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സ്പേസ് നോക്കി അറിയാം. കണ്ടോ, ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. നോക്കിയേ, കണ്ടോ, മേരി ഹാഡ് എ ലിറ്റിൽ ലാം. നമ്മൾ എങ്ങനെയാണ് നമുക്ക് വൈറ്റ് സ്പേസുകൾ വേണ്ടത്, ടാബുകൾ വേണ്ടത്, ആ ടാബ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്പുട്ടിലും റിഫ്ലക്റ്റ് ചെയ്യും ബൈ യൂസിങ് പ്രീ ടാഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹെഡിങ് ടാഗ് ആണ്. ഹെഡിങ് ടാഗ് അറിയാം, നമുക്ക് ഹെഡിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഹെഡിങ് ടാഗ് ഉപയോഗിക്കുന്നത്. ഇനി ഹെഡിങ് ഡിഫറൻറ്റ് സൈസിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം, അതിനുവേണ്ടിയാണ് നമ്മൾ ഹെഡിങ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓർക്കുക, നമ്മളിവിടെ യൂസ് ചെയ്തു എന്താണ്, ഡിഫറെൻറ്റ് ഹെഡിങ് ടാഗ്സ് ഉണ്ട്. H1 to H6 ഹെഡിങ് ടാഗുകളുണ്ട്. അതിൻ്റെ വ്യത്യാസം എന്നാന്ന് വെച്ചാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ആൻഡ് ബോൾഡ്നെസ്, അതിലാണ് വ്യത്യാസം. എന്ന് വെച്ചാൽ H1 ഹാസ് ദ ഹയസ്റ്റ് സൈസ്, ഓക്കെ, ആൻഡ് H6 ഹാസ് ദി ലോവസ്റ്റ് സൈസ്. ഇനിയും അപ്പോൾ H1 കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര, ആ ടെക്സ്റ്റ് അതിൻ്റെ അകത്ത് H1 ടാഗിനകത്ത് നോക്കുക, ഈ H1 ടാഗിനകത്ത് കൊടുക്കുന്ന ടെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് ഇച്ചിരി ഹൈ ആയിരിക്കും. H6-നകത്ത് കൊടുക്കുന്നതിൻ്റെ സൈസും ബോൾഡ്നെസ്സും കുറവായിരിക്കും. ഓക്കെ, അതാണ് വ്യത്യാസം. നമ്മൾ ഔട്ട്പുട്ട് നോക്കി അറിയാം. ഞാൻ H1-നകത്ത് കൊടുത്ത ടാഗിന് നോക്കിയേ, ആ H1 ടാഗിനകത്ത് കൊടുത്ത ഇറ്റ് ഈസ് വെരി ബോൾഡ് ആൻഡ് വെരി ഹ്യൂജ് ഇൻ സൈസ്. ദെൻ H6-ൽ കൊടുത്തു നോക്കിയേ, ഇറ്റ് ഹാസ് ലോ സൈസ്. ഓക്കെ, അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസിനനുസരിച്ചാണ് നമ്മൾ ഏത് ഹെഡിങ് ടാഗാണ്. അപ്പോൾ ഹെഡിങ് ടാഗിന് യൂസ് ചെയ്യുന്ന H ആണ്, സൈസ് പറയാൻ വേണ്ടിയാണ് 1 2 3 യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഏത് സൈസാണ്. അപ്പം ഹെഡിങ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഹെഡിങ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് കോട്ടാണ്. ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ടെക്സ്റ്റിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു എന്താണ് ഒരു തിയറം, അതൊക്കെ നമ്മൾ കണ്ടാണ് ടെക്സ്റ്റിനകത്ത് ഒരു സ്വല്പം ലെഫ്റ്റിൽ നിന്ന് മാറി ഒരു ഇൻവെർട്ടർ ഇതിൻ്റെ അകത്ത് കോട്ട് ചെയ്തതായിട്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ബ്ലോക്ക് കോട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പം എബ്രഹാം ലിങ്കൺ ഈസ് എ ജനറലി അങ്ങനെ പറഞ്ഞു, പക്ഷേ എബ്രഹാം ലിങ്കൺ സ്റ്റേറ്റ് ചെയ്ത ഒരു ബ്ലോക്ക് കോട്ടാണ് ഏത്, ഫോർസ്കോപ്പ് ആൻഡ് സെവൻ ഇയേഴ്സ് എന്താണ് എഗോ അവർ ഫാദർ ബ്രോട്ട് ഫോർത്ത് ഓൺ ദിസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കി, അതൊരു സ്വല്പം ലെഫ്റ്റിൽ നിന്ന് മാറി എന്താണ്, അതൊരു ബ്ലോക്ക് കോട്ടായിട്ടാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ എ വേർഡ് സെഡ് ബൈ ഹിം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കോട്ട് കൂടും. അപ്പോൾ നോക്കിയേ, ലെഫ്റ്റിൽ നിന്ന് നമ്മുടെ നോർമൽ പേജിൻ്റെ ലെഫ്റ്റിൽ നിന്ന് കുറച്ച് മാറി ഇതുണ്ട് ഒരു ബ്ലോക്ക് കോട്ടായിട്ടാണ് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. അപ്പോൾ ബ്ലോക്ക് കോട്ടായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ദ ടാഗ് എന്താണ്, ബ്ലോക്ക് കോട്ട്. അപ്പോൾ ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്താൽ മതി. അത് എപ്പോഴും ഓർക്കുക, എവിടെയാണോ ബ്ലോക്ക് കോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട ആ പാരഗ്രാഫിന് മുന്നേ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ ടാഗ് കൊടുത്താൽ മതി. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബ്ലോക്ക് കോട്ട്. അപ്പോൾ ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് നോക്കിയേ, നോർമൽ പാരഗ്രാഫിൽ നിന്നും ലെഫ്റ്റിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ടാബ് മാറി ഒരു എന്താണ് മെസ്സേജ് കോട്ടായിട്ട് എടുക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് HTML-നകത്ത് പഠിക്കാനുള്ളത് ഫോൺ സ്റ്റൈൽ ആൻഡ് സൈസ് ആണ്. ഫോൺ സ്റ്റൈലിൻ്റെ അകത്ത് ഒരുപാടുണ്ട്. ഇപ്പം ഇറ്റാലിക്സ് ആക്കാൻ വി ആർ യൂസിങ് I, ബോൾഡ് ആക്കാൻ വി ആർ യൂസിങ് B ടാഗ്. ദെൻ നമുക്ക് എംഫസിസ് ചെയ്തെങ്കിൽ, അപ്പോൾ ഒരു ടെസ്റ്റിനകത്ത് ഒരു പർട്ടിക്കുലർ വേർഡ് എംഫസിസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയ എംഫസിസ് ചെയ്ത് നിൽക്കാനായിട്ട് വി ആർ യൂസിങ് എംഫസിസ് ടാഗ്.
ദെൻ അത് സ്ട്രോങ് ആക്കുക എന്ന് വെച്ചാൽ കുറച്ച് ബോൾഡ് അങ്ങനെയുള്ള ആക്കാൻ വേണ്ടി വി ആർ യൂസിങ് ദ ടാഗ് സ്ട്രോങ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് കണ്ടു നോക്കുക, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫോർ നോക്കിയേ. ഇനിയും അതുപോലെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി വി ആർ യൂസിങ് ദ കോഡ് ടാഗ്. ഓക്കെ, ഈക്വൽ സ്പേസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നോക്കിയേ, കോസ്റ്റ് കറക്റ്റ് സ്പേസ് ഫോർ ഈക്വൽ എന്ന് ക്വാണ്ടിറ്റിയിലേക്ക് കറക്റ്റ് സ്പേസ്, ക്വാണ്ടിറ്റി എന്ന് സ്റ്റാർ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ഒരു കറക്റ്റ് സ്പേസ്. ഓക്കെ, ആ സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് എ കോഡ്. ഇനിയും സൂപ്പർ സ്ക്രിപ്റ്റ് അതുപോലെ സബ്സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി വി ആർ ദ ടാഗിങ് SUB ഫോർ സബ്സ്ക്രിപ്റ്റും SUP ഫോർ സൂപ്പർ സ്ക്രിപ്റ്റും. അപ്പോൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കി ഇങ്ങനെ വരും, x⁻2 raised to x2 the whole cube. നോക്കി, അപ്പോൾ നോക്കിയാൽ എന്താണ്, x2 എന്ന് പറയുന്നത് സബ്സ്ക്രിപ്റ്റും 3 എന്ന് പറയുന്നത് സൂപ്പർ സ്ക്രിപ്റ്റും ആണ്. കാരണം നോക്കിയാൽ അതുപോലെയല്ലേ കൊടുത്തത്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയാണ് സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് എംഫസിസ് ടാഗ് ആണ്. നമ്മൾ പറഞ്ഞു കോട്ടഡ് ഓൾറെഡി പറഞ്ഞു. എംഫസിസ് ടാഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇച്ചിരി എന്താണ് ആ ഒരു ടെക്സ്റ്റിനകത്ത് ഒരു പർട്ടിക്കുലർ വേർഡ് എംഫസിസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നോർമൽ ടെക്സ്റ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ എന്താണ് പറയുന്നത് ബോൾഡ് അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായി നിൽക്കാൻ വേണ്ടിയാണ് വി ആർ ഗിവിങ് എംഫസിസ് ടാഗ്. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക് ടാഗ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ക്യാരക്ടർ എൻറ്റിറ്റീസ് ആണ്, ഹാർഡ് സ്പേസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം അത് പറയുന്നത് നോക്കാം. ക്യാരക്ടർ എംഫസിസ് നമുക്കറിയാം, ആംപർസെൻറ്റ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഡബിൾ ഇൻവെർട്ടഡ് കോമ, സിംഗിൾ കോമ, ദെൻ ഫ്രാക്ഷൻസ്. അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വി ആർ ഗിവിങ് എന്താണ് എൻറ്റിറ്റീസ്. സോ അവിടെ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാരക്ടർ എൻറ്റിറ്റീസ് എന്ന് പറയുന്ന ടാഗ്. ആംപർസെൻറ്റ് കാര്യങ്ങളൊക്കെ മൾട്ടി ലൈൻസ് ഒക്കെ പ്രൊവൈഡ്. അപ്പോൾ വി ആർ യൂസിങ് സച്ച് കൈൻഡ്സ് ഓഫ് ടാഗ്സ്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേണ്ട ഒരു ടാഗ് എന്നാന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമുക്കൊരു HTML ഡോക്യുമെന്റിനകത്ത് ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. അങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി വി ആർ യൂസിങ് ഹൊറിസോണ്ടൽ റൂളർ, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ടാഗാണ് HR ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. ഒരു എന്താണ് വിൻഡോയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് ലൈൻ വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ടാഗ് HR ഇറ്റ് സെൽഫ് എ ക്ലോസിംഗ് ടാഗ്. സോ HR/ ഇട്ടാൽ മതി. ഓക്കെ, ദെൻ മെറ്റാ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വിച്ച് ഡിസ്ക്രൈബ്സ് ദ എന്താണ് ഇതിൻ്റെ അകത്തെ കണ്ടന്റ് എന്നുള്ളതിൻ്റെ കണ്ടന്റിൻ്റെ എന്താണ് ഒരു ബ്രീഫാണ് മെറ്റാ എലമെന്റ്സിൽ പറയുന്നത്. ഓക്കെ, മെറ്റാ നെയിം എന്ന് പറയുന്ന കീവേഡ്സ് ആണ്. സോ ഇവിടെ കീവേഡ്സ് എന്ന് പറയുന്നത് ഏതാണ്, ബൈനറി ട്രീ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക് എന്ന് പറയുന്നത് ഒരു കീവേഡ് ആണ് എന്നാണ് പറയുന്നത് മെറ്റാ നെയിം. ഓക്കെ, ഡാറ്റ എബൌട്ട് ദി ഡാറ്റയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് HTML ടാഗ്സ് വരുന്നത്, ബേസിക് ടാഗ്സ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇമേജ് എങ്ങനെയാണ് ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ